പ്രിയരെ നമസ്കാരം. വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഓരോ പഞ്ചായത്തിലെയും മികച്ച പ്രവർത്തനം നടത്തിയ ഒരു വാർഡിനെ കണ്ടെത്തി കാഴ്ചവട്ട ന്യൂസിൽ വാർഡിലൂടെ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുകയാണ്. രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശിവലി 1-ാം വാർഡിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. പൈനാപ്പിൾ ചിഹ്നത്തിൽ സ്വതന്ത്രയായ ജനവിധി തേടി വിജയിച്ച് UDF ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച ശ്രീമതി മേരി എൽദോയുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു. അത് എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മേരി എൽദോ. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സഹകരണത്തോടെ ഞാൻ വാർഡ് മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷം 2020-25 കാലയളവിലെ ഭരണസമിതി അംഗങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ രാമമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിലും എനിക്ക് ഇടപെടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ വഴി, വെട്ടം, വെള്ളം എന്നിവയാണ്. അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന പെരുമുഴി റോഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിറവം മുതൽ പെരുമുഴി വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടി റോഡ് മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ മേൽനോട്ടം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് തുരുത്തേൽ കോളനിയിലേക്ക് കാലങ്ങളായിട്ട് വഴിയില്ലാതെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തിലേക്ക് വഴി പുതിയതായിട്ട് നിർമ്മിക്കുകയും അത് പഞ്ചായത്ത് ആസ്തിയിൽപ്പെടുത്തി പഞ്ചായത്ത് റോഡാക്കുക കൂടാതെ പഞ്ചായത്തിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 55 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1-ാം വാർഡിൽ പല സ്ഥലങ്ങളിലായിട്ട് കുറേ പുതിയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അതിൽ 1 ആറ്റുപുറത്ത് നടപ്പാത, 2 കുപ്പടമ്മേൽ കടവ് റോഡ്, 3 മനക്കക്കുടി റോഡ്, 4 വീപ്പോത്ത് റോഡ്, ഊരമന കായനാട് ലിങ്ക് റോഡ് കോൺക്രീറ്റ് കട്ട വിരിച്ച് നൽകാൻ സാധിച്ചത് നിരവധി പേരെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ് ശിവലിച്ചാലും അതിനോടനുബന്ധപ്പെട്ട തോടുകളും ചാലുകളും കനാലുകളും ഒക്കെ നമുക്ക് പുതുക്കി പണിയാനും അതിലൂടെ ചാലിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്കൊരു ചെറിയ ടൂറിസം പ്രവർത്തനം കൊണ്ടുവരാനും കൃഷിക്ക് യോഗ്യമായ രീതിയിൽ തോടുകൾ പണിയാനും എല്ലാം കൂടി 5.88 കോടി രൂപയുടെ ഫണ്ട് കൊണ്ടുവന്ന് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടും ഇരിക്കുകയാണ്. ശിവലി ചാലിൻ്റെ വർക്ക് കൊണ്ടുവന്നതിലൂടെ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഫാം റോഡുകളും അതുപോലെ തന്നെ ലീഡിങ് ചാനലുകളും തോടുകളും പാടത്തേക്ക് ഇറങ്ങുന്നതിനുള്ള റാമ്പുകളും ഒക്കെ ഇതിലൂടെ എനിക്ക് കൊണ്ടുവരാൻ നമ്മുടെ നാടിൻ്റെ തന്നെ സരസ്വതി കേന്ദ്രം എന്നറിയപ്പെടുന്ന YMA ലൈബ്രറിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സൗണ്ട് സിസ്റ്റവും അതുപോലെ വാക്വം ക്ലീനറും കൊടുക്കുവാൻ സാധിച്ചു. 1-ാം വാർഡിലെ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ ശിവലി അംഗൻവാടിയിലെ ടീച്ചർ അല്ലി ഐസക്കിനും ഹെൽപ്പർ പ്രിയ ബേബിക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വാർഡിൽ ഉൾപ്പെടുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ 1,65 രൂപയോളം ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാബിൻ്റെ മുകളിൽ റൂഫിട്ടു. പിന്നെ സ്കൂളിനൊരു ഓഡിറ്റോറിയം ഇല്ലായിരുന്നു, ഓഡിറ്റോറിയം നിർമ്മാണം ചെയ്യാൻ സാധിച്ചു. കൂടാതെ ലാബിൻ്റെ തറ ടൈലിട്ട് കൊടുക്കാനും സ്കൂളിൻ്റെ മേൽക്കൂരയും അതിൻ്റെ സീലിങ്ങും വർണ്ണക്കൂടാരവും നമുക്കിതിലൂടെ ചെയ്യാൻ സാധിക്കും. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോവിഡ് എന്ന മഹാമാരി പിടിപെട്ടിരുന്ന
പിടിപെട്ട് ലോക്ക്ഡൗൺ ചെയ്തിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് രോഗികളായിരുന്ന എല്ലാവരുടെയും വീടുകളിൽ മരുന്നും മാസ്കും സാനിറ്റൈസറും ഭക്ഷണ കിറ്റുകളും എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. കോവിഡ് സമയത്ത് വന്ന ഓണക്കാലത്ത് ഓണം കൂടുന്നതിന് വേണ്ടിയിട്ട് 160ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുക്കുവാനായിട്ട് സാധിച്ചു. കഴിയുന്ന രീതിയിൽ കൂടുവന്ന വീടുകളിൽ ഭക്ഷണ കിറ്റ് ആവശ്യമായ സാധനങ്ങളും വിതരണം ചെയ്യുവാൻ എന്നെ സഹായിച്ചവരെയും ഞാൻ മറക്കുകയില്ല. എന്നോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിച്ച ആശാവർക്കറായ സൈനുവിൻ്റെ പ്രവർത്തനം എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. നാടിനും വീടിനും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ പറമ്പ് കയറി കഴിഞ്ഞാൽ അവരുടെ പറമ്പിൽ കാടെല്ലാം വെട്ടി അതുപോലെ തന്നെ അത് കൃഷിക്ക് യോഗ്യമായ സ്ഥലമാക്കി കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ നാട്ടിലെ കാടുകളെല്ലാം വെട്ടി ശുദ്ധീകരിക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ്. ഒരിക്കലും നമുക്ക് അവർ മാറ്റി നിർത്താൻ പറ്റില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകത്തിൽപ്പെട്ടതാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിൻ്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണങ്ങൾ നന്നായിട്ട് നടത്തുവാനും സാധിക്കുന്നുണ്ട്. ഈ 5 വർഷക്കാലം നിങ്ങളിൽ ഒരാളായി എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വളരെ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പാലം കടന്നെത്തുന്നതാണ് ഊരമന, രാമമംഗലം ശിവലി 1-ാം വാർഡ്. തീരവും വയലും കൃഷിയുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം. തനിക്ക് ചെയ്യാൻ കഴിയുന്നത് പരിമിതികളിൽ നിന്നുകൊണ്ട് അർത്ഥവത്താക്കുവാൻ ശ്രീമതി മേരി എൽദോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു നാട്ടംഗത്തിന് ഒരുങ്ങുന്നവർ ഒന്നോർക്കുക, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് നേടുക, പിന്നീട് രാഷ്ട്രീയം മറന്ന് നാടിനായി പ്രവർത്തിക്കുക. മേരി എൽദോയെ പോലെ. ആശംസകൾ. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും നന്ദി, നമസ്കാരം.